കുറച്ച് ദിവസം നമ്മളത് 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൊടുത്തത് പൂച്ചയെ നീറ്റ് വന്നു. അങ്ങനെ രാവിലത്തെ പല്ലിയപ്പ് കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഒരു മൂടിയ കാലാവസ്ഥ കേട്ടോ. രാവിലെ മഴയ്ക്കുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. ഇത് രാവിലെ മഴത്തുള്ളിലേക്ക് കിട്ടും. അങ്ങനെ വണ്ടി എടുത്ത് രാജാക്കാട് വന്നപ്പോഴേക്കും മഴയൊക്കെ മാറി വെയിലായി. പിന്നെ നമ്മളിത് രാവിലത്തെ കഴിഞ്ഞിട്ടും പോകുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് രാവിലത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടി കയറി നമ്മളൊരു ബിരിയാണിയും കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും താണ്ടേ വെയിലൊക്കെ മാറി മഴക്കോളായി. അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമുക്ക് മഴയങ്ങ് പെയ്തു. ഇന്ന് പെയ്ത മഴ എന്ന് പറഞ്ഞാൽ 1.5 മഴയായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സിറ്റി എല്ലാം പുഴ പോലെയായി. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തോട് വെള്ളക്കാലം കൂടി പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു നല്ല രീതിക്ക് ഇന്ന് മഴയും കിട്ടി കേട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മഴയൊക്കെ മാറി വേറെ കാലാവസ്ഥയായിരുന്നു. തണുപ്പൊക്കെ ആയപ്പോഴേക്കും ദേണ്ട ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു ബേക്കറിലേക്ക് കയറി പോകണം. തണുപ്പ് മാറ്റാൻ വേണ്ടി നമ്മളൊരു ചൂട് പപ്സും ഒരു ചായയും മേടിച്ച് കുടിച്ചു. കൂടെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു കേട്ടോ. ആ മഴയൊക്കെ മാറിയപ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥ അടിപൊളിയായിരുന്നു കേട്ടോ. വെയിലൊന്നും ഇല്ലായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ സ്റ്റാൻഡിൽ കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരന്റെ വണ്ടിയുടെ വയറിംഗ് കിറ്റ് കത്തിപ്പോയി ഗൈസ്. അപ്പൊ അങ്ങനെ അവൻ തള്ളാൻ വിളിച്ചു. അങ്ങനെ തള്ളുന്ന ഭാഗത്തേക്കാണ് നേരെ വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടു. അതെല്ലാം കഴിഞ്ഞ് നമ്മളതേ വേറൊരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഗൈസ് ഞാൻ കാണുന്നത് നമ്മുടെ അടുത്ത ടയറും കംപ്ലൈന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഴ പെയ്തൊന്നും തോന്നിയില്ല ഗൈസ്. അതുപോലെയൊക്കെ ആയിരുന്നു. റോഡൊക്കെ ഉണങ്ങി ഇതേ വെയിൽ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒട്ടുക്കത്തെ മഴ. അങ്ങനെ ആ മഴയത്ത് ഞാൻ ഓട്ടം പോയി. മഴയും മഞ്ഞും ഒരുമിച്ചായിരുന്നു ഗൈസ്. അതുകൊണ്ട് റോഡൊന്നും കാണത്തില്ലായിരുന്നു. അങ്ങനെ ആ ഓട്ടം പോയി വന്നപ്പോഴേക്കും നമ്മുടെ 2 കൂട്ടുകാരന്മാർ അവിടെ മഴയായതുകൊണ്ട് പോസ്റ്റ് പിടിച്ചിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ വേറെ 2 കൂട്ടുകാരന്മാർ വന്നു. അമ്മാരോടെ കാറെ കയറി ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിന് പോയായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾ ഇത് കണ്ടോ ഗൈസ്? നമ്മുടെ കൂട്ടുകാരന്റെ ടോറസിന്റെ അവിടെ 2-3 കാളയെ കെട്ടിയിട്ടേക്കും. അവൻ രാത്രി ഓട്ടം പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി വന്ന. അപ്പൊ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഒരു വിധത്തിൽ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഗൈസ്. ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു. അവന്മാര് നേരെ തമിഴ്നാട്ടിലേക്കും പോയി. ഇന്നെന്തായാലും നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം ഗൈസ്. നല്ല അടിപൊളി മഴയായതുകൊണ്ട് വർക്കും സെറ്റപ്പ് ആയിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.